Good evening all, welcome to Prepwise. Target CUET 2023 സീരീസിൻ്റെ ഭാഗമായിട്ട് നമ്മളിന്ന് CUET 2022 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മൾ സെക്ഷൻ ഇംഗ്ലീഷ് പാർട്ടായിരിക്കും നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. ഇതിനു മുന്നേ ഈ ചാനലിൽ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ ചെക്ക് ചെയ്യുക. ഇതൊക്കെ ആ സീരീസിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. സോ അതിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. സോ പറയാനുള്ളത്, നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. ടാർഗറ്റ് CUET 2023 ടാർഗറ്റ് CUET 2024. അത് നിങ്ങൾക്ക് +1 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് 2024 ഗ്രൂപ്പിലും, +2 സ്റ്റുഡൻസ് ആണെങ്കിൽ 2023 ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാവുന്നതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന സെഷൻസിൻ്റെ അപ്ഡേറ്റ്സും അതുപോലെ എക്സാം അപ്ഡേറ്റ്സ് എല്ലാം ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് പോയി ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാനിന്ന് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കുകയാണ്. ഐ ഹോപ്പ് യു ഓൾ ആർ റെഡി. Passage question ആണ് ഫസ്റ്റ്. I will read the passage first. Everyone's first job is special. There are a couple of reasons for this. Experience is burned in one's memory. It gives you the practice needed to fulfill other positions, and it teaches you about the value of money. Of course, we do jobs around the house when we are young, like cleaning dishes, vacuuming, and doing laundry, but working for others for money gives off a different feeling. When I was about 16 years old, I wanted to buy albums of my favorite bands, but I did not have any money. My parents were not the type of people to give money to me out of nowhere or even for work done at home. I had to find work in order to purchase the music I wanted. So I inquired as to who could give me work around the town. I lived in the town of Woodway, which was relatively small with no street lights and hardly any population. I went to the oldest person I knew in my neighborhood, Mrs. Hudson. She was over 80 years old and could not tend her garden anymore. She had flowers, a grass lawn and some tomato plants. I knocked on her door, building up enough courage to ask her for work. She answered that indeed she needed help in her garden. She did not discuss the amount of money I would get for the work. The first job supplies you with the value of money, as sweat turned into cash is something no one can take away from you. So ഇതിൽ ഓതർ എന്താണ്, ഫസ്റ്റ് ജോബിനെ പറ്റി പറയുന്നതാണ്. അതിൻ്റെ സ്പെഷ്യാലിറ്റിയും പിന്നെ 16 years ഓൾഡ് ആയപ്പോൾ ഒരാഗ്രഹം കാരണമാണ്, പൈസയുടെ ആവശ്യം കാരണമാണ് ഫസ്റ്റ് ജോബ് ചെയ്യാൻ തുടങ്ങിയത്, അതായത് ഫോർ പെയ്ഡ് വർക്ക്. അപ്പം അതൊക്കെയാണ് ഈ പാസേജിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സിമ്പിളായിട്ടൊരു പാസേജാണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് നമുക്ക് പാസേജിലേക്ക് ഇതിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ പോവാം. First question, in the sentence it gives you the practice needed. The word practice most closely means option A training, option B an outing, option C confidence, option D freedom. ഈ സെൻറ്റൻസ് it gives you the practice needed. അതിൽ പ്രാക്ടീസ് മോസ്റ്റ് ക്ലോസ്ലി ഏതുമായിട്ടാണ് കൂടുതൽ ഈ പ്രാക്ടീസ് എന്ന വേർഡ് ക്ലോസ് ആയിട്ടുള്ളത് ഈ ഇത് കൊടുത്തതിൽ? ട്രെയിനിങ് ആണോ, ആൻ ഔട്ടിംഗ് ആണോ, കോൺഫിഡൻസ് ആണോ, ഫ്രീഡം ആണോ? പാസേജിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഗീവ്സ് യു ദ പ്രാക്ടീസ് നീഡഡ് ടു ഫുൾഫിൽ അതർ പൊസിഷൻ, മറ്റ് പൊസിഷന് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസ്. അപ്പോൾ എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ ട്രെയിനിങ് ആണ്. സോ ക്ലോസ്ലി നമുക്കിതിനെ ട്രെയിനിങ് തന്നെ ആൻസർ ആയിട്ട് നമുക്ക് പറയാം. അടുത്തത്, the narrator was unable to buy albums at 16 years of age because എന്തുകൊണ്ടാണ് നരേറ്ററിന് 16 വയസ്സിൽ ആൽബംസ് വാങ്ങാൻ പറ്റാതെ? He was not permitted to buy anything. He did not find the ones that he wanted. He could not afford to buy it. The albums of his favorite bands were sold out. So ഇതിൽ ഏതാണ് കറക്റ്റ്? ആക്ച്വലി പറഞ്ഞിട്ടുണ്ട് പാരൻസ് അങ്ങനെ പെട്ടെന്നൊന്നും എവിടുന്നോ ചോദിക്കുമ്പോഴേക്കും പൈസ ഒന്നും തരില്ല. അപ്പം നരേറ്ററിനാണെങ്കിൽ ആൽബംസ് വാങ്ങാൻ കയ്യിൽ പൈസ ഇല്ല. So answer is option C. He could not afford to buy it. The narrator had to look for dash to purchase the music album he or she wanted. Option A paid work, option B unrewarded work, option C weekend work, option D voluntary work. So ഇതിൽ നാലെണ്ണത്തിൽ ഏതാണ്? മ്യൂസിക് ആൽബം വാങ്ങണം എന്ന് പറഞ്ഞു, കയ്യിൽ പൈസ ഇല്ല. അപ്പം എന്ത് വർക്ക് ആയിരുന്നു നരേറ്റർ നോക്കിക്കൊണ്ടിരുന്നത്? എന്തായാലും പൈസ ഇല്ലാത്ത വർക്കല്ലല്ലോ, പൈസ ഉണ്ടായാലേ മ്യൂസിക് ആൽബം വാങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ എന്താണ് ഈ അൺറിവാർഡും വീക്കെൻഡും വോളണ്ടറി ഒന്നും അല്ല, ഓപ്ഷൻ എ ആയ പെയ്ഡ് വർക്കാണ് ഇതിൻ്റെ ആൻസർ. The narrator feels that the first job is important for everyone, only the successful people, the brilliant students, only the housewives.
എന്താണ് പറഞ്ഞിട്ടുള്ളത്? എവ്രി വൺസ് ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ എന്നാണ് പറഞ്ഞത്. ഒരു പ്രത്യേക ആളുകൾ എന്നൊന്നും പറഞ്ഞില്ല. എല്ലാ ആളുകളുടെ ഫസ്റ്റ് ജോബും വളരെ സ്പെഷ്യൽ ആയിരിക്കും. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ, എവ്രി വൺ. ഇനി ഈ ഒരു ബേസിൽ മാച്ച് ദ ഫോളോയിങ് ആണ്. പാർട്ട് എയിൽ ദ ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ ഫോർ ഓൾ. ദ നരേറ്റർ വൺസ് ഡിഡ് നോട്ട് ഹാവ് മണി. ഓപ്ഷൻ സി, ദ നരേറ്റർ ഇൻക്വയർഡ്. ഓപ്ഷൻ ഡി, മിസ്സസ് ഹുഡ്സൺ വാസ്. പാർട്ട് ബിയിൽ അബൌട്ട് ഹു കുഡ് ഗിവ് ഹിം എ ജോബ്. ഓപ്ഷൻ 2 ടു ബൈ മ്യൂസിക് ആൽബംസ്. പിന്നെ ആസ് ദ എക്സ്പീരിയൻസസ് ബേൺഡ് ഇൻ വൺസ് മെമ്മറി ഓവർ 18 years old. അപ്പോൾ ഇത് മാച്ച് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ഫസ്റ്റ്, ദ ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ ഫോർ ഓൾ. പാസേജ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ, എക്സ്പീരിയൻസസ് ബേൺഡ് ഇൻ വൺസ് മെമ്മറി. അപ്പോൾ ഏതാണ്? ഫസ്റ്റ് ജോബ് ഇസ് സ്പെഷ്യൽ ആസ് ദ എക്സ്പീരിയൻസ് ഇസ് ബേൺഡ് ഇൻ വൺസ് മെമ്മറി. അപ്പം A3 വരുന്നത് ബി ഇവിടെ ഉണ്ട്. നമുക്ക് ബാക്കിയും കൂടി നോക്കാം. ഓക്കെ, ദ നരേറ്റർ വൺസ് ഡിഡ് നോട്ട് ഹാവ് മണി ടു ബൈ മ്യൂസിക് ആൽബംസ് അല്ലേ? അപ്പം B2. അപ്പം ഇത് തന്നെ കറക്റ്റ്. ദ നരേറ്റർ ഇൻക്വയർഡ് അബൌട്ട് ഹു കുഡ് ഗിവ് ഹിം എ ജോബ് അല്ലേ? അപ്പം C1. പിന്നെ മിസ്സസ് ഹുഡ്സൺ വാസ് ഓവർ 80 years old. അപ്പം എന്താണ്? A3, B2, C1, D4. അപ്പം ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. The first job supplies you with the value of money, as sweat turned into cash is something no one can take away from you. The narrator wanted to buy albums. നരേറ്ററിന് എവിടെ നിന്നാണ് ആൽബംസ് വാങ്ങിക്കേണ്ടത്? ഫ്രം ഹിസ് ഫേവറേറ്റ് ബാൻഡ്, ഫ്രം ഹിസ് നൈബർ മിസ്സസ് ഹഡ്സൺ, ഫ്രം ഹിസ് സ്കൂൾ ഹെഡ് മാസ്റ്റർ, ഫ്രം ദ മോസ്റ്റ് പോപ്പുലർ ഗ്രാമി അവാർഡ് വിന്നർ എവർ. ഇതിൽ ഏതാണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ? ഇതിൽ ആൽബംസ് ആരുടെ നിന്ന് വാങ്ങുന്നത് ക്ലിയർ ആയിട്ട് പാസേജിൽ പറയുന്നുണ്ട്. ഫ്രം ഹിസ് ഫേവറേറ്റ് ബാൻഡ്. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നമ്മൾ പാസേജ് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ജമ്പിൾഡ് ആയിട്ട് അങ്ങനെ കുറച്ച് സെൻറ്റൻസ് പാർട്സ് തന്നിട്ടുണ്ട്. അത് നമ്മൾ സെൻറ്റൻസ് ആക്കി മാറ്റാം. അപ്പോൾ ഇതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എക്സാമിന് നമുക്കിത് ചിലപ്പോൾ ഒരു കൺഫ്യൂസിങ് ആയിട്ട് രണ്ടെണ്ണമൊക്കെ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോന്ന് വായിച്ച് നോക്കുക, ഓരോന്ന് ഓപ്ഷൻസിനനുസരിച്ച് നിങ്ങൾക്ക് വായിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും റൈറ്റ് ആയി തോന്നിയത് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അല്ലാത്തതൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ അറിയാം. ഇത് ഒരിക്കലും ആവില്ല എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓപ്ഷൻ സി ഒരിക്കലും നിങ്ങൾക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് റൈറ്റ് ആൻസറിലേക്ക് എത്താം. ഇതിൽ ഓപ്ഷൻ എ, ഹു ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ആനിമേഷൻ. ഓപ്ഷൻ ബി, ദ ആനിമേറ്റർ. ഓപ്ഷൻ സി, യൂസിങ് എ ബ്ലെൻഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ടെക്നോളജി. ഓപ്ഷൻ ഡി, ഗീവ്സ് ലൈഫ് ടു എ ക്യാരക്ടർ. അപ്പോൾ ഇതിൽ നമുക്ക് ദ ആനിമേറ്റർ വെച്ചിട്ടൊക്കെ സെൻറ്റൻസ് തുടങ്ങാമല്ലോ, ഒരു സബ്ജക്റ്റ് വെച്ചിട്ട്. അപ്പോൾ നമുക്കിത് ആനിമേറ്റർ ആണെങ്കിലോ, ദ ആനിമേറ്റർ. ഇനി ആനിമേറ്ററിനെ ദ ആനിമേറ്റർ യൂസിങ് എ ബ്ലെൻഡ് ഓഫ് ഇമാജിനേഷൻ, ദ ആനിമേറ്റർ ഗീവ്സ് ലൈഫ് ടു എ ക്യാരക്ടർ, ദ ആനിമേറ്റർ ഹു ഈസ് എൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ആനിമേഷൻ. അപ്പോൾ ഇതിൽ ആനിമേറ്ററിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ് ഫസ്റ്റ് സെൻറ്റൻസ്. അപ്പോൾ ഏതാണ്? അപ്പോൾ നമുക്ക് BA, ദ ആനിമേറ്റർ ഹു ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ആനിമേഷൻ. ഇനി നമുക്ക് നെക്സ്റ്റ് കണ്ടുപിടിക്കണം. എന്താണ്? ഗീവ്സ് ലൈഫ് ടു എ ക്യാരക്ടർ യൂസിങ് എ ബ്ലെൻഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ടെക്നോളജി. അപ്പം അത് സെൻസ് തോന്നുന്നുണ്ടല്ലോ. അതായത് ആനിമേറ്റർ ഹു ഈസ് ആൻ എക്സ്പേർട്ട് ഇൻ ദ ആർട്ട് ഓഫ് ആനിമേഷൻ ഗീവ്സ് ലൈഫ് ടു എ ക്യാരക്ടർ യൂസിങ് എ ബ്ലെൻഡ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ടെക്നോളജി. അപ്പം BADC. അപ്പോൾ അതായത് BADC വരുന്നത് ഓപ്ഷൻ ബി ആണ്. സോ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്തത് ഓപ്ഷൻ എ, ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ ഹ്യൂമൻസ്. Laika the space dog would always be remembered. Option C, to take a giant leap in the field of space science. Option D, for her short adventure in space. So ഇതിൽ ഏതാണ് കറക്റ്റ്? നമ്മൾ ലൈക്കെ വെച്ചിട്ട് സബ്ജക്റ്റ് വെച്ചെന്ന് തുടങ്ങാൻ വിചാരിക്കാം. നമ്മളറിയാം എല്ലാം ബി തന്നെയാണ് കൊടുത്തത്. അപ്പോൾ നമുക്ക് ആ കൺഫ്യൂഷൻ ഇവിടെ വേണ്ട. ലൈക്ക ദ സ്പേസ് ഡോഗ് വുഡ് ഓൾവേസ് ബി റിമെമ്പേർഡ്. ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ആണോ? ടു ടേക്ക് എ ജയന്റ് ലീപ്പ് ആണോ? ഫോർ ഹർ ഷോർട്ട് അഡ്വെഞ്ചർ ആണോ? കറക്റ്റ് ഏതാണ്? D അല്ല തോന്നുന്നത്. ഫോർ ഹർ ഷോർട്ട് അഡ്വെഞ്ചർ ഇൻ സ്പേസ് ദാറ്റ് മെയ്ഡ് ഇറ്റ് പോസിബിൾ ഫോർ ഹ്യൂമൻസ് ടു ടേക്ക് എ ജയന്റ് ലീപ്പ് ഇൻ ദ ഫീൽഡ് ഓഫ് സ്പേസ് സയൻസ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ്? BDAC വരുന്നത് ഓപ്ഷൻ എ. സോ ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അടുത്തത് ഓപ്ഷൻ എ, ഷെയർസ് വിത്ത് monkeys. ഓപ്ഷൻ ബി, when any suspicious object is sighted. ഓപ്ഷൻ സി, the Indian giant squirrel. ഓപ്ഷൻ ഡി, the habit of scolding, barking and raising a general alarm. ഇതിൽ ഏതാണ് കറക്റ്റ്?
ഇതുപോലെ നമുക്ക് സബ്ജക്റ്റ് വെച്ച് ദ ഇന്ത്യൻ ജൈന്റ് സ്ക്വിറൽ വെച്ചിട്ടൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം അല്ലേ. ദ ഇന്ത്യൻ ജൈന്റ് സ്ക്വിറൽ when any suspicious object അല്ല, the habit of scolding ഇല്ല, ഒരു കണക്ഷൻ ഇല്ലല്ലോ. The Indian giant squirrel shares with monkeys the habit of scolding, barking and raising a general alarm when any suspicious object is sighted. അപ്പം CADB. അപ്പം ഇതാണ് ഡി, ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ റൈറ്റ് ആൻസർ, CADB. അടുത്തത് വീണ്ടും ഒരു സെൻറ്റൻസ് ആക്കി മാറ്റാൻ പറയുന്നുണ്ട്. ഓപ്ഷൻ എ ഈസ് എ വെരി പ്രഷ്യസ് ആസ്പെക്ട്, ഓപ്ഷൻ ബി ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഇറ്റ് നീഡ്സ്, ഓപ്ഷൻ സി സേഫ്റ്റി ടു മെയിൻറ്റെയിൻ ഇറ്റ് സബ്ലിം ക്വാളിറ്റി, ഓപ്ഷൻ ഡി എ പീസ്ഫുൾ മൈൻഡ്. നമുക്ക് പീസ്ഫുൾ മൈൻഡ് വെച്ചൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. എ പീസ്ഫുൾ മൈൻഡ് സേഫ്റ്റി ഇല്ല, ഈ സെൻറ്റൻസ് കണക്റ്റ് ആവില്ല. ഡിയും ബിയും കണക്റ്റ് ആവില്ല. കൂടുതൽ ഏതാണ്? എ പീസ്ഫുൾ മൈൻഡ് ഈസ് എ വെരി പ്രഷ്യസ് ആസ്പെക്ട്. ഇനി ഒരു പ്രപ്പോസിഷൻ വെച്ച് കണക്ട് ചെയ്യണ്ടേ. പ്രഷ്യസ് ആസ്പെക്ട് ഓഫ് ഹ്യൂമൻ നേച്ചർ ആൻഡ് ഇറ്റ് നീഡ്സ് സേഫ്റ്റി ടു മെയിൻറ്റെയിൻ ഇറ്റ് സബ്ലിം ക്വാളിറ്റി. അപ്പോൾ ഏതാണ്? DABC വരുന്നത് ഓപ്ഷൻ എ ആണ്. സോ ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. അപ്പം മനസ്സിലായി തോന്നുന്നു. നിങ്ങളിങ്ങനെ മാച്ച് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ചിലതൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. നിങ്ങൾ ഓരോന്നിങ്ങനെ വെച്ച് നോക്കുക, ഏതാണ് കണക്ഷൻ കിട്ടുന്നത്, കണക്റ്റിംഗ് ആയിട്ട് ഏതൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ സെൻറ്റൻസ് മൊത്തമായിട്ട് വായിച്ചു നോക്കിയിട്ട് ഏതാണ് സെൻസ് തരുന്നത് നോക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്ന് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഞാൻ പറഞ്ഞ പോലെ ഇതിനു മുന്നേയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു മറ്റു വീഡിയോസിലൊക്കെ. നിങ്ങളതൊക്കെ കാണാം. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. കാരണം കൂടുതൽ വീഡിയോസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് +2 ശേഷം ഇന്ത്യയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റീസിലാണ് പഠിക്കാൻ താല്പര്യമെങ്കിൽ, നിങ്ങൾക്ക് CUET ക്രാക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിന് വേണ്ട സപ്പോർട്ടും ഗൈഡൻസും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് Prepwise-നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമുക്കറിയാം ഒരുപാട് ഫീച്ചേഴ്സ്, എക്സ്പേർട്ട് ഫാക്കൽറ്റിയുടെ ക്ലാസ്സസും നോട്ട്സും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റും എല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിലോ അല്ലെങ്കിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിലോ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ കോൺടാക്ട് ഡീറ്റെയിൽസും ഉണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. So that's all. Keep practicing and make use of this platform. That's all. Thank you for watching this video. Bye.